ഓം ശാന്തി. 29/12/2024 അവ്യക്ത ബാബ്ദാദ. റിവൈസ് കോഴ്സ് 31/12/2002. മുരളിയുടെ ടൈറ്റിലാണ് ഈ പുതിയ വർഷത്തിൽ സർവ ഖജനാക്കളും സഫലമാക്കി സഫലതാമൂർത്തി ആകുന്നതിന്റെ വിശേഷത കാണിക്കൂ. ഇന്ന് നവയുഗ രചയിതാവ് നവജീവിതത്തിലൂടെ ബാബ്ദാദ നവവർഷം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ അതോ നവയുഗം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ? നവവർഷമാണെങ്കിൽ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ താങ്കൾ എല്ലാവരും നവജീവിതം, നവവർഷം, നവയുഗം മൂന്നും കൂടി ആഘോഷിക്കുകയാണ്. ബാബ്ദാദയും ത്രിമൂർത്തി ആശംസകൾ നൽകുകയാണ്. നവവർഷത്തിന് പരസ്പരം ആശംസകൾ നൽകുന്നു. ഒപ്പം തന്നെ എന്തെങ്കിലും സമ്മാനവും നൽകുന്നു. സമ്മാനം നൽകാറില്ലേ? എന്നാൽ ബാബ്ദാദ താങ്കൾക്കേവർക്കും ഏത് സമ്മാനമാണ് നൽകുന്നത്? സ്വർണിമ ലോകത്തിന്റെ സമ്മാനം നൽകി. എല്ലാവർക്കും സ്വർണിമ ലോകത്തിന്റെ സമ്മാനം ലഭിച്ചില്ലേ? സ്വർണിമ യുഗത്തിൽ, നവയുഗത്തിൽ സർവ പ്രാപ്തികളുമുണ്ട്. തന്റെ രാജ്യം ഓർമ്മയുണ്ടോ? യാതൊരു അപ്രാപ്തിയുടെയും പേരടയാളമില്ല. ഇങ്ങനെയുള്ള സമ്മാനം ബാബ്ദാദയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. മുഴുവൻ വിശ്വത്തിൽ അഥവാ ആരെങ്കിലും വലുതിലും വലിയ സമ്മാനം നൽകുകയാണെങ്കിൽ എന്ത് നൽകും? വലുതിലും വലിയ കിരീടവും സിംഹാസനവും നൽകും. സ്ഥാപന നടന്നിരുന്നപ്പോൾ ബ്രാക്കറ്റിൽ സ്ഥാപനക്കാർ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദിയിൽ തന്നെ ബാബ ചോദിച്ചിരുന്നു, അഥവാ താങ്കൾക്ക് ഇന്നത്തെ കാലത്തെ ഏതെങ്കിലും റാണി കിരീടവും സിംഹാസനവും തരികയാണെങ്കിൽ താങ്കൾ പോകുമോ? ഓർമ്മയില്ലേ? അപ്പോൾ കുട്ടികൾ പറഞ്ഞിരുന്നു, ഈ കിരീടവും സിംഹാസനവും എന്തിനാണ്? ബാബയെ ലഭിച്ചുവെങ്കിൽ ഇത് എന്ത്? അപ്പോൾ ഈ സ്വർണിമ ലോകത്തിന്റെ സമ്മാനത്തിന് മുന്നിൽ ഒരു സമ്മാനവും വലുതാകുകയില്ല. പല കുട്ടികളും ചോദിക്കുന്നു, അവിടെ എന്തെല്ലാം പ്രാപ്തികൾ ഉണ്ടാകും? അപ്പോൾ ബാബ്ദാദ പറയും, പ്രാപ്തികളുടെ ലിസ്റ്റ് നീണ്ടതാണ്. എന്നാൽ സാരരൂപത്തിൽ എന്തു പറയും? അപ്രാപ്തമായി ഒരു വസ്തുവുമില്ല. എന്താണോ ജീവിതത്തിൽ വേണ്ടത് ആ എല്ലാ പ്രാപ്തികളും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സ്വർണിമ സമ്മാനത്തിന്റെ അധികാരി ആത്മാക്കളാണ്. അധികാരിയല്ലേ? ഡബിൾ വിദേശികൾ അധികാരിയല്ലേ? ബ്രാക്കറ്റിൽ കൈവീശുന്നു. എല്ലാവരും രാജാവാകുമോ? അപ്പോൾ ഇത്രയും സിംഹാസനം തയ്യാറാക്കേണ്ടി വരും. ബാബ്ദാദ പറയുന്നു, അവിടെയുള്ള സിംഹാസനമാണെങ്കിൽ സർവപ്രാപ്തികളും ഉണ്ടാകും. എന്നാൽ ഈ സംഗമയുഗത്തിന്റെ സ്വരാജ്യം അതിനേക്കാളും കുറഞ്ഞതല്ല. ഇപ്പോഴും രാജാവല്ലേ? പ്രജയാണോ? റോയൽ കുടുംബമാണോ? എന്താണ്? ഒരേ ഒരു ബാബയാണ്. വളരെ ലഹരിയോടെ പറയുന്നു, എന്റെ ഓരോ കുട്ടികളും രാജാക്കുട്ടിയാണ്. രാജാവല്ലേ? രാജയോഗിയാണോ? പ്രജായോഗിയാണോ? ഈ സമയത്ത് എല്ലാ ഹൃദയ സിംഹാസനധാരി സ്വരാജ്യ അധികാരി രാജാക്കുട്ടികളാണ്. ഇത്രയും ആത്മീയ ലഹരിയില്ലേ? എന്തെന്നാൽ ഈ സമയം സ്വരാജ്യത്തിലൂടെയാണ് ഭാവി രാജ്യം പ്രാപ്തമാകുന്നത്. ഈ സംഗമയുഗം വളരെ 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 അമൂല്യവും ശ്രേഷ്ഠവുമാണ്. സംഗമയുഗത്തെ ബാബ്ദാദയും എല്ലാ കുട്ടികളും അറിയുന്നു. സസന്തോഷം സംഗമയുഗത്തിന് എന്താണ് പേരിടുന്നത്? ആനന്ദത്തിന്റെ യുഗം. എന്തുകൊണ്ട്? ഇവിടെ സംഗമം പോലെ
ആനന്ദം മുഴുവൻ കൽപ്പത്തിലില്ല. കാരണം പരമാത്മാ മിലനത്തിന്റെ ആനന്ദം മുഴുവൻ കൽപ്പത്തിൽ ഇപ്പോഴാണ് ലഭിക്കുന്നത്. സംഗമയുഗത്തിന്റെ ഓരോ ദിനവും എന്താണ്? ആനന്ദം തന്നെ ആനന്ദം. ആനന്ദമല്ലേ? ആനന്ദമാണ്. ആശയക്കുഴപ്പത്തിലാകുന്നില്ലല്ലോ. ഓരോ ദിവസവും ഉത്സവമാണ്. എന്തെന്നാൽ ഉത്സാഹമാണ്, ഉണർവാണ്, ഉത്സാഹമാണ്. തന്റെ സർവ സഹോദരീ സഹോദരന്മാരെയും പരമാത്മാവിന്റേതാക്കണം. സേവനത്തിന്റെ ഉണർവുത്സാഹമില്ലേ? ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം. പദ്ധതികൾ ഉണ്ടാക്കുന്നില്ലേ? എന്താണോ ശ്രേഷ്ഠ പ്രാപ്തി ഉണ്ടാകുന്നത്, മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കുവാൻ സാധിക്കുന്നില്ല. ഇതേ സംഗമയുഗത്തിന്റെ പ്രാപ്തി സ്വർണിമ യുഗത്തിലും ഉണ്ടാകും. ഇപ്പോഴത്തെ പുരുഷാർത്ഥത്തിന്റെ പ്രാപ്തി ഭാവി സ്വർണിമ യുഗമാണ്. അപ്പോ സംഗമയുഗം നല്ലതായി തോന്നുന്നുവോ അതോ സത്യുഗം നല്ലതായി തോന്നുന്നുവോ? എന്താണ് നല്ലതായി തോന്നുന്നത്? കേവലം ഇടയ്ക്കിടെ മായ വരുന്നു. കുറേശ്ശെ ഇടയ്ക്കിടെ ആശയക്കുഴപ്പത്തിലാകുന്നു. പല കുട്ടികളും സഹജയോഗത്തെ പ്രയാസമുള്ള യോഗമാക്കുന്നു. അങ്ങനെയല്ല, എന്നാൽ അങ്ങനെ ആക്കുന്നു. വാസ്തവത്തിൽ വളരെ സഹജമാണ്. പ്രയാസം തോന്നാറുണ്ടോ? ആർക്കാണോ ബുദ്ധിമുട്ട് തോന്നുന്നത് അവർ കൈ ഉയർത്തൂ. മാതാക്കൾ പരിശ്രമയോഗിയാണോ സഹജയോഗിയാണോ? ആരെങ്കിലും പരിശ്രമയോഗിയാണോ? ബ്രാക്കറ്റിൽ ആരും കൈ ഉയർത്തുന്നില്ല. മുഴുസഭയിൽ എങ്ങനെ കൈ ഉയർത്തും? എല്ലാ കുട്ടികളും വളരെ ലഹരിയോട് പറയുന്നു, എന്റെ ബാബ. എന്റെ ബാബയോ ദാദിമാരുടെ ബാബയോ? എന്റെ ബാബയല്ലേ? എല്ലാവരും പറയും ആദ്യം എന്റെ. ഇങ്ങനെയാണോ? സിന്ധികളെല്ലാം ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ ബാബയോ ദാദി ജാൻകിയുടെ ബാബയോ? ദാദി പ്രകാശ് മണിയുടേതാണോ? ആരുടേതാണ്? എന്റെയാണോ? മുഴുവൻ ദിവസം എന്താണ് ഓർമ്മയുണ്ടാകുന്നത്? എന്റേത് അല്ലേ? ബാബ പറയുന്നു, എത്ര സഹജയുക്തിയാണ്. എത്ര തവണ എന്റേത് എന്റേത് എന്ന് പറയുന്നുവോ, മുഴുവൻ ദിവസത്തിൽ എത്ര തവണ എന്റെ എന്ന വാക്ക് പറയുന്നു. അഥവാ എണ്ണി നോക്കുകയാണെങ്കിൽ വളരെ തവണ എന്റെ എന്ന വാക്ക് പറയുന്നു. എന്റെ എന്ന വാക്ക് പറയുകയാണെങ്കിൽ എന്റേത് ആരാണ്? എന്റെ ബാബ. പ്രയാസമാണോ? ഇടയ്ക്കിടെ മറക്കാറുണ്ടോ? ബാബ്ദാദ ഒരു പുതിയ വാക്കും പറയാറില്ല. ഞാൻ, എന്റെ എന്നിവ സദാ കാര്യത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ആര്? എന്റേത് ആരാണ്? കേവലം ചിന്തിക്കുന്നു, ബിന്ദു മുന്നിൽ വരട്ടെ. ബിന്ദു ബിന്ദു ബിന്ദു. ബിന്ദു തെന്നിമാറുന്നു. ബിന്ദുവാണ്. എന്നാൽ എങ്ങനെയുള്ള ബിന്ദു? ഞാൻ ആരാണ്? തന്റെ ഈ സ്വമാനം സ്മൃതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ രമണീക പുരുഷാർത്ഥമായി മാറും. വെറും ജ്യോതിർ ബിന്ദുവാണെന്ന് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടായി മാറും. സഹജ പുരുഷാർത്ഥം, ആനന്ദത്തിന്റെ പുരുഷാർത്ഥം ചെയ്യൂ. ഈ പുതിയ വർഷത്തിൽ പുരുഷാർത്ഥവും ശ്രേഷ്ഠമാണ്. എന്നാൽ ശ്രേഷ്ഠത്തിനൊപ്പം ആദ്യം സഹജമാകണം. സഹജവുമാകുക, ശ്രേഷ്ഠവുമാകുക, ഇത് സാധ്യമാണോ? രണ്ടും ഒന്നിച്ച് സാധ്യമാണോ? ഡബിൾ വിദേശികൾ പറയൂ, സാധിക്കുമോ? അപ്പോൾ ബാബ്ദാദ നോക്കും. ബാബ്ദാദ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആരെല്ലാം പ്രയാസയോഗികളാകും? സഹജയോഗി എന്നതിനർത്ഥം അലസമായി പുരുഷാർത്ഥം ചെയ്യുക എന്നല്ല. ശ്രേഷ്ഠവുമാകണം, സഹജവുമാകണം. അപ്പോൾ പാണ്ഡവർ സഹജയോഗികളല്ലേ? സഹജയോഗികൾ ആരാണോ അവർ കൈ ഉയർത്തൂ. നോക്കണം, ടിവിയിൽ വരുന്നുണ്ട്. ആശംസകൾ.
അപ്പോൾ ഈ വർഷം ആരുടെയും മുന്നിൽ ഒരു പ്രയാസവും വരികയില്ല. എന്തെന്നാൽ എല്ലാവരും സഹജയോഗികളാണ്. അലസരാകരുത്. സമയാനുസരണം ഈ പുതിയ വർഷത്തിൽ എല്ലാവർക്കും വിശേഷിച്ച് ഈ ലക്ഷ്യം വെക്കണം. എന്തെല്ലാം ഖജനാക്കൾ പ്രാപ്തമാണോ, സമയമുണ്ട്, സങ്കല്പമുണ്ട്, ഗുണങ്ങളുണ്ട്, ജ്ഞാനമുണ്ട്, ശക്തികളുണ്ട്. ഏറ്റവും വലിയ ഖജനാവ് സങ്കല്പമാണ്. ശ്രേഷ്ഠ സങ്കല്പം, ശുദ്ധ സങ്കല്പം. എല്ലാ ഖജനാക്കളെയും ഓരോ ദിവസവും സഫലമാക്കണം. നിറയെ വിതരണം ചെയ്യൂ. ദാതാവിന്റെ കുട്ടികൾ മാസ്റ്റർ ദാതാവാകൂ. നിറയെ വിതരണം ചെയ്യൂ. എന്തിന്? സഫലമാക്കുക. അർത്ഥം സഫലത പ്രാപ്തമാക്കുക. അപ്പോൾ ഇതാണ് ഈ വർഷത്തിന്റെ വിശേഷത. സദാ നിലനിർത്തുക. സഫലമാക്കുക. അപ്പോൾ സഫലത ഉള്ളത് തന്നെ. എല്ലാവരും പറയുന്നുണ്ടല്ലോ, സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. അധികാരമാണോ? അപ്പോൾ സഫലമാക്കൂ. സഫലത പ്രാപ്തമാക്കൂ. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലുമെല്ലാം ഖജനാവ് സഫലമാക്കിക്കൊണ്ടു പോകൂ. സഫലതയുടെ അനുഭവം ചെയ്തുകൊണ്ടു പോകൂ. ചിന്തിക്കൂ, സഫലതയുടെ അധികാരം താങ്കൾ ബ്രാഹ്മണ ആത്മാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാവുക? എന്തുകൊണ്ട്? എന്തെന്നാൽ ബാബ താങ്കൾക്ക് സഫലതാ ഭവ എന്ന വരദാനം നൽകിയിട്ടുണ്ട്. സദാ ബാബ്ദാദ പറയുന്നു, ഓരോ ബ്രാഹ്മണാത്മാവും സഫലതയുടെ നക്ഷത്രമാണ്, സഫലതാ സ്വരൂപമാണ്. സഫലതയുടെ നക്ഷത്രങ്ങളല്ലേ? അതോ പരിശ്രമത്തിന്റെ നക്ഷത്രങ്ങളാണോ? ബാബ്ദാദ എല്ലാ കുട്ടികളെയും സഫലതയുടെ നക്ഷത്രം ഇതേ രൂപത്തിൽ കാണുന്നു. ഓർമ്മയുണ്ടോ? ബ്രഹ്മബാബ ആദിയിൽ എത്ര സമയത്തിൽ എല്ലാം സഫലമാക്കി. അന്തിമം വരെ തന്റെ സമയം സഫലമാക്കി. കർമാതീതവുമായി എത്ര കത്തുകൾ എഴുതി. സമയം സഫലമാക്കിയില്ലേ? അവസാന ദിവസവും വായിലൂടെ മഹാവാക്യം ഉച്ചരിച്ചു. അവസാന ദിവസം വരെ എല്ലാം സഫലമാക്കി. അതിനാൽ സഫലത പ്രാപ്തമാക്കി. അപ്പോൾ ഫോളോ ഫാദർ. വാസ്തവത്തിൽ സംഗമയുഗത്തിന്റെ ഓരോ സങ്കല്പം, ഓരോ സെക്കൻഡ് സഫലമാക്കുക തന്നെയാണ് സഫലതാമൂർത്തി ആകുക. എല്ലാവരും നിശ്ചയത്തോടെ പറയുന്നില്ലേ, ബ്രഹ്മബാബയോട് ഞങ്ങൾക്ക് വളരെ സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിന്റെ ലക്ഷണമാണ് എന്താണോ ബാബയ്ക്ക് പ്രിയപ്പെട്ടത് കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാകുന്നു. സമയം, സങ്കല്പം, സർവ ഖജനാക്കളും സഫലമാകണം, വ്യർത്ഥമാകരുത്. സ്നേഹത്തിന്റെ ലക്ഷണമാണ് ഫോളോ ഫാദർ. ബ്രഹ്മബാബ എന്ത് വിശേഷത കാണിച്ചു, എന്ത് ചിന്തിച്ചു, അത് സെക്കൻഡിൽ ചെയ്തു. കേവലം ആലോചിക്കുകയല്ല, കേവലം പദ്ധതി ഉണ്ടാക്കിയില്ല, പ്രായോഗികമായി ചെയ്തു കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണോ? ഫോളോ ചെയ്യുന്നവരല്ലേ നല്ലത്. ഇന്ന് ധാരാളം പേർ വന്നിട്ടുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി. നല്ലതാണ്. ഹാൾ ചെറുതാണെങ്കിലും ഹൃദയം വലുതാണല്ലോ. നോക്കൂ, ഹൃദയം വലുതാണെങ്കിൽ ഉൾക്കൊള്ളുമല്ലോ. ബ്രാക്കറ്റിൽ ഇന്ന് സഭയിൽ 18,000 19,000 സഹോദരീ സഹോദരന്മാർ ഇരിക്കുന്നുണ്ട്. എല്ലാവരും പുറത്തിരുന്നു കൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? പുറത്തിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നു, അവർ കാണുകയില്ല. ബാബ്ദാദ കേട്ടു, വിദേശത്ത് ഏറ്റവും അധികം ഓസ്ട്രേലിയക്കാർ രാത്രി 12 മണിക്ക് ഇരിക്കുന്നു, 4 മണിക്ക് അമൃതവേള ചെയ്ത് എണീക്കുന്നു. അപ്പോൾ ബാബ്ദാദയും ഇന്ന് ഓസ്ട്രേലിയക്കാരെ ഓർമ്മിച്ചു. കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഓസ്ട്രേലിയക്കാർ കൈ ഉയർത്തു.
ത്രിമൂർത്തി ആശംസകൾ. ആദ്യം ഓസ്ട്രേലിയയ്ക്ക്, പിന്നെ എല്ലാവർക്കും. ഈ വർഷത്തിന്റെ ലക്ഷ്യം പറഞ്ഞു തന്നു. സഫലമാക്കൂ. സഫലത ലഭിച്ചത് തന്നെയാണ്. ഇത് എല്ലാവരും പക്ക ആക്കിയോ? സഫലമാക്കണം. വ്യർത്ഥമല്ല. സംഗമയുഗം സമർത്ഥയുഗമാണ്. സഫലതയുടെ യുഗമാണ്. വ്യർത്ഥത്തിന്റെ അല്ല. വ്യർത്ഥത്തിന്റെ 63 ജന്മം സമാപ്തമായി. ഇനി ഈ കൊച്ചു യുഗം സഫലമാക്കാനുള്ള യുഗമാണ്. അഥവാ സമയം സഫലമാക്കുകയാണെങ്കിൽ ഭാവിയിലും പകുതി കൽപ്പത്തിന്റെ മുഴുവൻ സമയം രാജ്യാധികാരിയാകും. അഥവാ ഇടയ്ക്കിടെ സഫലമാക്കുകയാണെങ്കിൽ രാജധാനിയും ഇടയ്ക്കിടെ ആകും. സമയം സഫലമാക്കുന്നതിന്റെ പ്രാലബ്ധം ഇതാണ്. ശ്വാസം സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 21 ജന്മവും ആരോഗ്യമായിരിക്കും. ഇരിക്കെ ഹൃദയാഘാതം ഉണ്ടാവുകയില്ല. ചിലരുടെ ഹൃദയം നിന്നുപോകുന്നു, ചിലരുടെ ഞരമ്പ് അടഞ്ഞു പോകുന്നു. അത് ഉണ്ടാവുകയില്ല. ജ്ഞാനത്തിന്റെ ഖജനാവിനെയും സഫലമാക്കൂ. എങ്കിൽ ജ്ഞാനത്തിന്റെ അർത്ഥമാണ് വിവേകം. അവിടെ ഇത്രയും വിവേകശാലിയായിരിക്കും ഒരു മന്ത്രിമാരുടെയും ആവശ്യം ഉണ്ടാവുകയില്ല. ഇന്നത്തെ കാലത്ത് നോക്കൂ, പ്രതിജ്ഞ എടുക്കുന്നതും ആദ്യം മന്ത്രിസഭ ഉണ്ടാക്കുന്നു. അവിടെ കൂട്ടുകാരുണ്ടാകും, എന്നാൽ മന്ത്രി ഉണ്ടാവുകയില്ല. രാജകുടുംബം എല്ലാവരും ദർബാറിലിരിക്കുന്ന കിരീടധാരി ആയിരിക്കും. രാജകുടുംബം കുറഞ്ഞതായിരിക്കുകയില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്നില്ലായിരിക്കാം, എന്നാൽ സ്ഥാനം ഒരേപോലെ തന്നെയാകും. അതിനാൽ ഇങ്ങനെ ചിന്തിക്കരുത്, സിംഹാസനധാരികൾ വളരെ കുറവായിരിക്കും എന്ന്. പകരം താങ്കളും രാജദർബാറിൽ രാജ്യാധികാരിയുടെ രൂപത്തിൽ ഉണ്ടാകും. താങ്കളുടെ ശിരസിലും കിരീടം ഉണ്ടാകും. താങ്കൾക്ക് പൂർണ്ണ അധികാരം ഉണ്ടാകും. അപ്പോൾ എന്താകും? നമ്പർ 1 ആണോ യഥാക്രമമാണോ? എന്താകും? യഥാക്രമമാകുമോ? 1-ാം നമ്പർ ആകുമോ? അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അറിയാമോ? ധൈര്യം കാണിച്ചു, ഇതുവരെ നല്ലതാണ്. എന്നാൽ 1-ാം നമ്പർ ആകുന്നതിനു വേണ്ടി ആദ്യം വിജയിക്കേണ്ടതുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ചെയ്യാം ഇങ്ങനെ പറയരുത്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേട്ടു, പഴയ സിന്ധിലെ ബ്രഹ്മാവിന്റെ കൂട്ടുകാർ ധാരാളം വന്നിട്ടുണ്ട്. കൈ ഉയർത്തൂ. ചെറിയ കുട്ടികൾ എഴുന്നേൽക്കൂ. പരിവാരത്തിന്റെ പരിവാരം വന്നിരിക്കുന്നു. നല്ലത്. എന്തെങ്കിലും അത്ഭുതം കാണിക്കുമല്ലോ. എന്ത് കാണിക്കും? ബ്രാക്കറ്റിൽ സന്ദേശം നൽകും. അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണല്ലോ. ശരി, 38 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് അത്ഭുതം ചെയ്യും? കൂടുതലൊന്നും പറയുന്നില്ല, കൊച്ചു കാര്യമാണ് പറയുന്നത്. ചെയ്യാൻ തയ്യാറാണോ? കുട്ടികളും അത്ഭുതം ചെയ്യുകയില്ലേ? ബ്രാക്കറ്റിൽ 38 ലക്ഷം ഉണ്ടാക്കും. കോടി മടങ്ങ് ആശംസകൾ. താങ്കൾ വലിയ കാര്യം പറഞ്ഞു. എന്നാൽ ബാബ്ദാദ ചെറിയ കാര്യം പറയുന്നു. അതാണ് ഓരോരുത്തരെ കൊണ്ടുവരൂ. കൊണ്ടുവരേണ്ടേ? ഓരോരുത്തരെ കൊണ്ടുവരൂ. കുട്ടികളാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവരൂ. അമ്മമാർ സഹോദരന്മാരെയോ സഹോദരിമാരെയോ കൊണ്ടുവരൂ. എന്നാൽ ഓരോരുത്തരും ഒരാളെ കൊണ്ടുവരണം. ഈ ഗ്രൂപ്പ് നോക്കിക്കോളൂ. താങ്കൾ ഇവരെ നയിക്കുക. അടുത്ത വർഷം കൊണ്ടുവരിക തന്നെ ചെയ്യുക. ഡബിൾ ഗ്രൂപ്പ് കൊണ്ടുവരിക. ആഗ്രഹിക്കുന്നത് എവിടെ നിന്ന് ആദി ഉണ്ടായോ അവിടെ തന്നെ പ്രത്യക്ഷത ഉണ്ടാകണം. ദയ വരുന്നില്ലേ? ബ്രഹ്മബാബയുടെ ദേശവാസി ആണെങ്കിൽ ദേശവാസികളോട് സ്നേഹമുണ്ടാകുന്നു. താങ്കളുടെ അടുക്കൽ
ധാരാളം ഖജനാക്കളുണ്ട്. ഗുണങ്ങളുടെ ഖജനാവ് എത്ര വലുതാണ്, ശക്തികളുടെ ഖജനാവ് എത്ര വലുതാണ്. അപ്പോൾ ഗുണദാനം, ശക്തികളുടെ ദാനം ചെയ്യുന്ന മാസ്റ്റർ ദാതാവാകൂ. ആര് തന്നെ വന്നാലും, ബന്ധത്തിൽ വന്നാലും, സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് തീർച്ചയായും എന്തെങ്കിലും ശക്തിയുടെ സമ്മാനം നൽകിക്കൊള്ളുക. ആരും ഒഴിഞ്ഞ കൈയോടെ പോകരുത്. മറ്റൊന്നും ഇല്ലെങ്കിൽ ബാബയുടെ സന്ദേശത്തിന്റെ മധുരവാക്കുകൾ, ആ മധുരവാക്കുകളും സമ്മാനം നൽകുക. ലോകർ എന്തെങ്കിലും ഉത്സവം ഉണ്ടാകുമ്പോൾ പരസ്പരം വായ് മധുരിപ്പിക്കുന്നു. എന്നാൽ ബാബ്ദാദ പറയുന്നു, വായ് മധുരിപ്പിക്കുക തന്നെ വേണം. എന്നാൽ തന്റെ മധുരമായ മുഖവും കൂടി കാണിക്കണം. കേവലം വായ് മാത്രം മധുരമല്ല, മുഖവും മധുരം. ഇത്രയും മധുരത സമ്പാദ്യമായി ഇല്ലേ? വിതരണം ചെയ്യുന്നതിലൂടെയും നിറഞ്ഞിരിക്കുന്നു. ഈ ഖജനാക്കളെ എത്രത്തോളം വിതരണം ചെയ്യുന്നുവോ അത്രയും വർദ്ധിക്കുന്നു, കുറയുകയില്ല. അപ്പോൾ ഈ വർഷം കുറിക്കുക. ഏതൊരാത്മാവ് വന്നാലും അവർക്കെന്തെങ്കിലും നൽകിയോ? അഥവാ കേൾക്കുന്നയാളല്ല എങ്കിൽ മധുരമായ ശക്തിശാലി ദൃഷ്ടി നൽകുക. എന്നാലും തീർച്ചയായും നൽകണം. കാലിയായി പോകരുത്. ഇതെളുപ്പമല്ലേ? അത് ബുദ്ധിമുട്ടാണോ? ശരി, ഒരു സെക്കൻഡിൽ മനസ്സിന്റെ ഡ്രിൽ ഓർമ്മയുണ്ടോ? ഓരോരുത്തരും മുഴുവൻ ദിവസത്തിൽ എത്ര തവണ ഈ ഡ്രിൽ ചെയ്യുന്നുണ്ട്? ഇത് കുറിച്ചിടൂ. ഈ മനസ്സിന്റെ ഡ്രിൽ എത്ര തവണ ചെയ്യുന്നുവോ അത്രയും തന്നെ സഹജയോഗി, സരളയോഗി ആകും. ഒരു വശത്ത് മനസാ സേവനം, മറുവശത്ത് മനസാ വ്യായാമം. ഇപ്പോൾ നിരാകാരി, ഉടൻ തന്നെ മാലാഖ. ബ്രഹ്മബാബ താങ്കൾ മാലാഖമാരെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാലാഖയായി ബ്രഹ്മബാബയോടൊപ്പം തന്നെ വീട്ടിലേക്ക് നിരാകാര രൂപത്തിൽ പോകണം. പിന്നെ ദേവതയായി പോകണം. ശരി, നാനാഭാഗത്തെയും വളരെ വളരെ സ്നേഹസ്മരണകൾ കാർഡിന്റെ രൂപത്തിലാകട്ടെ, കത്തുകളുടെ രൂപത്തിലാകട്ടെ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ബാബ്ദാദ അറിയുന്നുണ്ട്, ഓരോ കുട്ടിയും ഇത് കരുതുന്നുണ്ട്, എന്റെ ഓർമ്മ ബാബയ്ക്ക് നൽകുക. എന്നാൽ ലഭിച്ചിരിക്കുന്നു. സ്നേഹസ്മരണ നൽകുന്ന വലിയ ഓമനകളായ കുട്ടികൾ ബാബ്ദാദയുടെ മുന്നിലുണ്ട്. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടികൾക്കും അവരവരുടെ പേരിൽ ആശംസകൾ, ഹൃദയത്തിന്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കൂ. താങ്കൾ എല്ലാവർക്കും പുതിയ ജീവിതം, പുതിയ യുഗം, പുതിയ വർഷത്തിന്റെ വളരെ വളരെ കോടി 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 മടങ്ങ് ആശംസകൾ, ഹൃദയത്തിന്റെ ആശീർവാദങ്ങൾ, സ്നേഹസ്മരണകൾ. നമസ്തേ. ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും പുതുവർഷത്തിന്റെ ആശംസകൾ നൽകി. നാനാഭാഗത്തെയും വളരെ മധുരമായ, വളരെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കോടി കോടി മടങ്ങ് ന്യൂ ഇയർ ആശംസകൾ. ഇപ്പോൾ കടന്നുപോയ സമയം ഇതാണ്, വിടയുടെയും ആശംസയുടെയും സമയം. ഒരു വശത്ത് വിട പറയണം. ആര് അവനവനെ സമ്പന്നമാക്കുന്നതിൽ കുറവ് അനുഭവം ചെയ്യുന്നുണ്ടോ അതിന് വിട. സദാകാലത്തേക്ക് വിട നൽകൂ. മുന്നോട്ട് പറക്കുന്നതിനുള്ള ആശംസകൾ, 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 ആശംസകൾ. ശരി, ഓം ശാന്തി. വരദാനം: സ്മൃതിയെ അനുഭവത്തിന്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവരായ നമ്പർ 1 വിശേഷാത്മാവായി ഭവിക്കട്ടെ. എല്ലാ ബ്രാഹ്മണ ആത്മാക്കളുടെയും ഉള്ളിൽ സങ്കല്പമുണ്ട്, ഞാൻ വിശേഷാത്മാവ് നമ്പർ 1 ആകണം. എന്നാൽ സങ്കല്പത്തിലെയും കർമ്മത്തിലെയും
അന്തരത്തെ സമാപ്തമാക്കുന്നതിനു വേണ്ടി സ്മൃതിയെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. എങ്ങനെ കേൾക്കുന്നതും അറിയുന്നതും ഓർമ്മയുണ്ടാകുന്നു, ഇങ്ങനെ സ്വയത്തെ അനുഭവത്തിന്റെ സ്ഥിതിയിൽ കൊണ്ടുവരിക. ഇതിനു വേണ്ടി സ്വയത്തിന്റെയും സമയത്തിന്റെയും മഹത്വം അറിഞ്ഞ് മനസ്സിനെയും ബുദ്ധിയെയും ഏതെങ്കിലും അനുഭവത്തിന്റെ സീറ്റിൽ സെറ്റ് ചെയ്യൂ. എങ്കിൽ നമ്പർ 1 വിശേഷാത്മാവായി മാറും. സ്ലോഗൻ: തിന്മയുടെ ആവേശം ഉപേക്ഷിച്ച് നന്മയ്ക്കായി മത്സരിക്കൂ. ഓം ശാന്തി.